കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. അമ്മ പറയുന്നത് കേട്ടതും പെണ്ണിന്റെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒന്ന് രണ്ടിറക്ക് കഞ്ഞി കുടിച്ചതല്ലാതെ പിന്നീട് കഞ്ഞി അവൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ടീച്ചർ വീട്ടിൽ ട്യൂഷൻ തുടങ്ങുന്നത് ഈ കുറച്ചു നാളായിട്ട് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർക്കും ഗോപാലകൃഷ്ണൻ മാഷിനും ഏറ്റവും നല്ല അധ്യാപകർക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പഞ്ചായത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് മാഷും ടീച്ചറും. അതുകൊണ്ട് തന്നെ ടീച്ചർ വീട്ടിൽ ട്യൂഷൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ അവിടേക്ക് പിള്ളേരുടെ ഒഴുക്കൽപ്പം കൂടിയിട്ടുണ്ട്. എന്നാൽ ടീച്ചർ അങ്ങനെ എല്ലാവരും ക്ലാസ് എടുക്കത്തൊന്നുമില്ല. ഇതിപ്പോ തുടക്കം എന്ന രീതിയിൽ 10നും +1നും +2നും മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. ആദ്യം മാഷാണ് റിട്ടയർ ആയത്. അന്നേ അവിടെ ചെറിയ രീതിയിൽ ക്ലാസ് തുടങ്ങിയിരുന്നു. ഇപ്പൊ പിന്നെ ടീച്ചറും കൂടി റിട്ടയർ ആയതും അതല്പം വിപുലീകരിച്ച് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അവിടേക്കാണ് ഇന്ന് ആമ്പലിനെയും രമ്യേനെയും വിടുമോ എന്ന് ടീച്ചർ നേരിട്ട് വന്ന് ചോദിച്ചത്. അത് കേൾക്കേണ്ട താമസം അമ്മ കണ്ണും പൂട്ടി ശരി പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കും അച്ഛനും ട്യൂഷൻ സെന്ററിൽ പോയി പഠിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ രമ്യയുടെ ഒറ്റ നിർബന്ധത്തിലും അടുത്തൊന്നും വേറെ ട്യൂഷൻ എടുക്കാൻ ആളില്ലെന്നുള്ള പേരിലുമാണ് MS വിട്ടു തുടങ്ങിയത്. ഇതിപ്പോ മാഷും ടീച്ചറും ഒരുമിച്ച് ക്ലാസ് എടുക്കുന്നു, അതും 10 ചുവട്ടടി വെക്കുന്ന ദൂരത്തിൽ തന്നെ. അപ്പൊ പിന്നെ അവരാ ക്ലാസ് വിട്ടുകളയുമോ? ഇതാകും ഒരുപക്ഷെ താനും രമ്യയും ക്ഷേത്രത്തിൽ പോയി വന്നിട്ടും അമ്മ ടീച്ചറിനോട് സംസാരിച്ചുകൊണ്ട് നിന്നത്. പക്ഷെ അവിടെ വെച്ച് അമ്മ ഞങ്ങൾ രണ്ടുപേരോടും ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അച്ഛനോടും കൂടി ചോദിച്ചിട്ട് പറയാനിരുന്നതാണെന്ന്. ഇവിടെ അച്ഛൻ അത് കേൾക്കേണ്ട താമസം കണ്ണും പൂട്ടിയാണെന്ന് തോന്നുന്നു സമ്മതിച്ചു. അപ്പൊ രമ്യയുടെ വീട്ടിലോ? ഗണേശ, അവിടെ വേണുമാമനും തുളസിയമ്മയും സമ്മതിക്കല്ലേ? ഒരിക്കലും നടക്കില്ലാത്ത ഒരു കാര്യം അത്രയും ആത്മാർത്ഥമായി അവൾ പ്രാർത്ഥിച്ചതും ലാൻഡ് ഫോണിന്റെ മണി മുഴങ്ങി. വിളിക്കുന്നത് ആരാകുമെന്ന് ഏകദേശം ഉദ്ദേശമുള്ളതുകൊണ്ട് തന്നെ പാഞ്ഞുപോയി ഫോൺ എടുത്തു. എടി പുല്ലേ, ആ ആയമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ? അവർക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പിള്ളേരവിടെ ഇല്ലേ? അത് പോരാഞ്ഞിട്ടാണോ ഇനി ഞാനും നീയും കൂടെ? എടുത്ത വായിലെ രമ്യയുടെ അലർച്ച കേട്ടപ്പോൾ മനസ്സിലായി സംഭവം അവിടെയും ഇത് തന്നെയാണ് ചർച്ചയെന്ന്. ഒന്നും മിണ്ടാതെ താൻ റിസീവർ ചെവിയിൽ വെച്ചിരുന്നതും അവൾക്ക് പിന്നെയും ദേഷ്യമായി. എന്തടി പുല്ലേ, നിന്റെ വായിൽ പൂച്ച വെട്ടി കിടക്കുകയാണോ? തുള്ളിക്കൊണ്ടുള്ള അലർച്ചയിൽ കയ്യിലിരുന്ന റിസീവർ പെട്ടെന്ന് താഴേക്ക് പോയി. ഡീ ഡീ ആമ്പലു! നിലത്ത് വീണു കിടക്കുന്ന റിസീവറിനുള്ളിലൂടെ അവളുടെ സ്വരം ഒച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് നേരെയാക്കി ചെവിയിൽ വെച്ചതും പെണ്ണ് എന്തോ പറഞ്ഞതിന്റെ ബാക്കിയായി പിന്നെയും ദേഷ്യപ്പെടുകയായിരുന്നു. ആമ്പലൂ! നീ ഇങ്ങനെ അലറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നേ രമു. ഇവിടെ അച്ഛനും അമ്മയും തീരുമാനിച്ച മട്ട. ഓ, ചത്തില്ലായിരുന്നു അല്ലേ? ഞാൻ കരുതി നീ ആ ലളിത ടീച്ചറിന്റെ ട്യൂഷന് പോണമെന്ന് കേട്ടപ്പോൾ തന്നെ ചത്തുപോയി കാണുമെന്ന്. രമു! ഇച്ചിരി ദേഷ്യത്തെ വിളിച്ചതും അപ്പുറത്തെ ഭാഗത്തു നിന്ന് പിന്നെയും എന്തൊക്കെയോ ചിറയൽ ഉണ്ടായിരുന്നു. ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യണമെന്ന് പറയടി. അപ്പുറത്തുള്ളവളുടെ കലി അടങ്ങുന്നില്ലെന്ന് തോന്നിയതും ആമ്പല് നിസ്സഹായതയോടെ ചോദിച്ചു. അവളുടെ നേർത്ത ശബ്ദം കേട്ടതും രമ്യയുടെ ദേഷ്യം ഒരല്പം താന്നു. ഇനി ഒരു വാക്കെങ്കിലും താൻ ദേഷ്യപ്പെട്ടാൽ പെണ്ണ് കരയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. നോക്ക് ആമ്പലു, അവിടെ ട്യൂഷന് പോയാൽ ഒരു വക നമുക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന പോലെ നമുക്ക് MS തന്നെ ട്യൂഷന് പോയാൽ മതി. ശരിയാ, പക്ഷെ അച്ഛനോടും അമ്മയോടും? വിതുമ്പല് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞതും സ്വരം ഇടറിപ്പോയി. എന്റെ പൊന്നാമ്പലു, നീ ചുമ്മാ കരഞ്ഞ് പ്രശ്നമുണ്ടാക്കല്ലേ. എന്തായാലും ഇന്ന് രാത്രി അവർ നമ്മളെ കൊണ്ടുപോയി ചേർക്കത്തില്ലല്ലോ. നാളെയല്ലേ? നമുക്ക് നോക്കാം. എന്തായാലും അച്ഛൻ പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ എത്താം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മഞ്ജുമ്മയോടും അച്ഛനോടും പറയാം. ഓക്കേ? ഇടി, അപ്പോ അവിടെ വേണുമാമനും തുളസിയമ്മയുമോ? അത് വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ അച്ഛനും മഞ്ജുമ്മയും പോകണ്ടാന്ന് തീരുമാനിച്ചാൽ ഇവിടെ കുളമാക്കാൻ എനിക്ക് വലിയ താമസമൊന്നുമില്ല. രമു, നീ പേടിക്കാതെടി. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ലളിതമ്മയുടെ അവിടെ ട്യൂഷന് പോകില്ല. അത് രമു നിനക്ക് തരുന്ന വാക്കാ. അതുകൊണ്ട് എന്റെ കൊച്ചു പോയി കിടന്നുറങ്ങാൻ നോക്ക്. എനിക്കെന്തായാലും ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അതെന്തു പറ്റി? പകല് കിടന്നുറങ്ങിയോ? ഓ, ഇങ്ങനെ ഒരു ട്യൂബ് ലൈറ്റ്. എടി, ഇന്ന് രാത്രി മൊത്തവും ഇരുന്ന് ആലോചിച്ച് കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയാലല്ലേ നമുക്ക് നാളത്തെ അവരുടെ പരിപാടി കളറാക്കാൻ പറ്റൂ. അതെ, വെറുതെ മൂളിയാൽ പോരാ. ഞാൻ ഉറക്കം പോലും കളഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ്. അതിന്റെ സ്മരണ വേണം. അതുകൊണ്ട് നാളെ നീ വരുമ്പോൾ മഞ്ജുമ്മയുടെ ഭരണിയിൽ നിന്നും 4-5 തേൻനെല്ലിക്ക നീ എടുത്തോണ്ട് വരണം. അയ്യോ, തേൻനെല്ലിക്കയോ? അത് പറ്റില്ല. അത് തൊട്ടാൽ അമ്മ ഒക്കെ കൈ വെട്ടും. അത് അമ്മ ചേച്ചി വരുമ്പോൾ മാത്രമേ പൊട്ടിക്കുന്ന് ഇന്നും കൂടി പറയുന്നുണ്ടായിരുന്നു.
പേടിച്ചിട്ട് അമ്മ കേൾക്കുന്നുണ്ടോ എന്ന ഇടവും വലവും നോക്കി ആമ്പലു പയ്യനെ അവളോട് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അയ്യോ, നീ ഉറങ്ങിയാൽ എങ്ങനാ? ഞാൻ ഉറങ്ങിയാൽ അങ്ങനൊക്കെ തന്നെ. രമു നിസ്സഹായത മുഴങ്ങി നിൽക്കും ശബ്ദത്തോടെ ആമ്പലിനെ മെല്ലെ വിളിച്ചു. തേനെല്ലിക്ക എടുത്തു തരുമോ? ഈ പരിപാടി ഞാൻ കുളമാക്കി തരും. ഇനിയിപ്പോ തേനെല്ലിക്ക കൊടുക്കാതെ അവൾ സഹായിക്കില്ലെന്ന് ബോധ്യമായതും ആമ്പലു പാതി സമ്മതത്തിൽ മൂളി. അപ്പോ ഡൺ. നീ പോയി സമാധാനത്തിൽ ഉറങ്ങിക്കോ. മിഷൻ ട്യൂഷൻ പൊളിക്കൽ ഞാൻ തകർപ്പും. രമ്യയുടെ ആത്മവിശ്വാസത്തോടെയുള്ള പറച്ചിലിൽ ആമ്പലൊന്ന് സമാധാനിച്ചെങ്കിലും അച്ഛനും അമ്മയും അവിടെ പോകേണ്ടെന്ന് പറയുന്നവരെ ഒരു സമാധാനവും ഇല്ലാത്ത പോലെ അവൾ ഫോൺ വെച്ചു. ഫോണിലാണോ ഇന്ന് മൊത്തം ആമ്പലു? കഴിക്കുന്നില്ലേ? അമ്മയുടെ വിളി എത്തിയതും അവള് പെട്ടെന്ന് വന്ന് കഞ്ഞിക്ക് മുന്നിലിരുന്നു. അപ്പോഴേക്കും അച്ഛനും അമ്മയും ഏകദേശം കഴിച്ചു കഴിഞ്ഞിരുന്നു. അശോകേട്ടൻ അവൾക്കൊപ്പം ഇരിക്കെ അല്ലെങ്കിൽ പാതി ബാക്കി വെച്ചവൾ എഴുന്നേക്കും. പറയുന്നതിനൊപ്പം തന്നെ അമ്മ ടേബിളിലിരിക്കുന്ന ബാക്കി പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് പോയി. രാത്രി പൊതുവെ കഞ്ഞിയാണ്. ചേച്ചിയും ചേട്ടനും വരുമ്പോഴാണ് ആകെ മാറ്റം വരിക. ഇഷ്ടമുള്ള ആഹാരമായിട്ടും ഇന്ന് ചമ്മന്തിയോ പപ്പടമോ ഒന്ന് തൊട്ടു നോക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. എന്താ നീ കൈയിട്ട് വിരകുന്നേ? വേഗം വേഗം കോരി കഴിക്കാൻ നോക്ക്. വിശപ്പില്ല അച്ഛാ. അടുക്കളയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പയ്യനെയാണ് പറഞ്ഞത്. അതെന്താ വിശക്കാതിരിക്കാൻ? നീ വൈകിട്ട് വല്ലതും കഴിച്ചായിരുന്നോ? വൈകുന്നേരം വീട്ടിലെ പാപ്പം വാങ്ങുന്ന പരിപാടി ഞാൻ നിർത്തും കേട്ടോ ആമ്പലു. ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞതെങ്കിലും അവളുടെ മുന്നിലെ പാത്രത്തിൽ നിന്നും പകുതി കഞ്ഞി സ്വന്തം പാത്രത്തിലേക്ക് അച്ഛൻ പകർന്നിരുന്നു. അതങ്ങ് മുഴുവൻ കഴിക്ക്. അച്ഛൻ ഇങ്ങനെയാണ്. പറയുന്ന വാക്കുകളിലെ ദേഷ്യം പ്രവൃത്തിയിൽ അല്പം പോലും കാണില്ല. അതുപോലെ തന്നെ ചേച്ചിയും വലിയ ഇഷ്ടമാണ്. ഇതിപ്പോ തന്റെ ഭാഗത്തിൽ കഞ്ഞി ബാക്കിയുണ്ടായാൽ അമ്മയുടെ വായിൽ നിന്നും തനിക്ക് ചീത്ത കേൾക്കും എന്നറിയാം. അത് കിട്ടാതിരിക്കാനാണ് അച്ഛൻ പാതി എടുത്തത്. അച്ഛനോടൊപ്പം അത് കഴിച്ചു തീർക്കുമ്പോഴും നാളത്തെ ദിവസത്തെ ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. വിചാരിച്ച പോലെ തന്നെ അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ആമ്പലിന്. പിറ്റേന്ന് പതിവിലും നേരത്തെ അവൾ എഴുന്നേറ്റ് അടുക്കളയിൽ അമ്മയെ സഹായിച്ച് റോഡിലേക്ക് നോക്കി ഒരേ ഇരിപ്പായി. ഒരേ ആളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ സമയം പോകില്ല എന്ന് പറയുന്ന പോലെ 7:30 കഴിഞ്ഞിട്ടും അന്ന് മിനിറ്റുകൾ പോലും മണിക്കൂറിന്റെ ദൈർഘ്യത്തിലാണ് ഓടിയത്. ഗണേശ, അവൾ പറ്റിക്കുവോ? അച്ഛൻ ഇപ്പൊ കുളിച്ചിട്ട് കഴിക്കാണ്ടിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ കടയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അതിനുശേഷം പിന്നെ കാണണമെങ്കിൽ രാത്രിയാവും. ആ സമയത്ത് രമു അവിടെ കാണുകയുമില്ല. വെപ്രാളത്തിൽ പെണ്ണ് കിഴക്ക് പടിഞ്ഞാറ് നടക്കാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞതും രാജധാനി എക്സ്പ്രസ് പോലെ പാഞ്ഞു പിടിച്ചു പെണ്ണു വന്നു. എന്തടി താമസിച്ചേ? റോഡിൽ ചെന്നവളെ വിളിച്ച് അകത്ത് കയറ്റിക്കൊണ്ട് ആമ്പൽ അവളുടെ കയ്യിൽ അമർത്തി. ഒന്നും പറയാതിരിക്കുക ആമ്പലോ നല്ലത്. അതൊക്കെ വിട്, നീ വേഗം വാ, അച്ഛൻ കഴിക്കാനിരിക്കുന്നു. രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ അശോകൻ കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്നെന്താ നേരത്തെയാണല്ലോ. വായിലേക്ക് ദോശ വെക്കുന്നതിനൊപ്പം തന്നെ അശോകൻ രമ്യയെ നോക്കി. അത് പിന്നെ മാമ 8 മണിക്കല്ലേ ട്യൂഷൻ തുടങ്ങുന്നത്, അതുകൊണ്ട്. ലളിത ടീച്ചറിന്റെ അവിടെ വൈകിട്ടാണെന്നാണല്ലോ മഞ്ജു പറഞ്ഞത്. പിന്നെങ്ങനാ ഇന്ന് വിളിച്ച് സമയം മാറ്റിയോ മഞ്ജു? അടുക്കളയിലേക്ക് നോക്കി അശോകൻ നീട്ടി ചോദിച്ചു. അത് മാമ ലളിത ടീച്ചറിന്റെ അല്ല ട്യൂഷൻ, MS-ലെ. അവള് പയ്യെ പതുങ്ങി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അതിന് ഈ വർഷം അവിടെയല്ലല്ലോ ട്യൂഷന് പോകുന്നേ. ട്യൂഷൻ മാറ്റിയ കാര്യം മോളോട് അമ്മ പറഞ്ഞില്ലേ? അത് പറഞ്ഞു മാമ. പക്ഷെ ഞങ്ങളെ MS-ൽ പൊക്കോളാം. അവിടെ ഇപ്പോൾ നല്ല പഠിത്തമാ. കഴിഞ്ഞ വർഷം അവിടെ പഠിച്ച പിള്ളേർക്കെല്ലാം നല്ല മാർക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ പൊക്കോളാം മാമ. അവൾ വളരെ താഴ്മയായി പറഞ്ഞതും അശോകൻ രണ്ടുപേരുടെയും മുഖത്ത് മാറി മാറി നോക്കി. അത് പിന്നെ. അയാൾ ഒരു നിമിഷം ആലോചനയോടെ നിർത്തി. പിന്നെ നീട്ടി മഞ്ജു എന്നൊരു വിളിയായിരുന്നു. ക്ലാസ്സിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുമ്പോൾ രാവിലെ അമ്മയുടെ വായിൽ നിന്നും കേട്ട വഴക്കായിരുന്നു മനസ്സിൽ നിറയെ. അവസാനം എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ലളിത ടീച്ചറിന്റെ അവിടെ ട്യൂഷന് പോകാൻ തീരുമാനമായി. രാവിലത്തെ രമ്യയുടെ പ്രകടനത്തിൽ അച്ഛൻ അയഞ്ഞതാണ്. പക്ഷെ അമ്മ ഒറ്റക്കാലിൽ നിന്നു. ടീച്ചർക്ക് വാക്ക് കൊടുത്തു പോലും. ആമ്പലുവിന് അവിടേക്ക് പോകുന്ന കാര്യം ഓർക്കും തോറും തൊണ്ട വരണ്ടുണങ്ങി. രമ്മുവിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. എടി, ആ ടീച്ചറിന്റെ വീട്ടിൽ ട്യൂഷന് പോകുന്നതിന് നിങ്ങൾ രണ്ടുപേരും പേടിക്കുന്ന എന്തിനാണെന്നാ ഇത്ര ആലോചിച്ചിട്ടും എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. രണ്ടുപേരെയും നോക്കി ആസിഫ് കയ്യും കുത്തി ഡെസ്കിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. അതിന് ടീച്ചറുടെ വീട്ടിൽ ട്യൂഷന് പോകാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? അപ്പൊ പേടിയില്ലേ? കുന്തമ. രമ്യ മുഖം തിരിച്ചു. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? എടാ, ആ വീട് ലളിത ടീച്ചറിന്റെയും ഗോപാലകൃഷ്ണ സാറിന്റെയും മാത്രമല്ല. പിന്നെ അത് ദ ഗ്രേറ്റ് ഏതൻ ഹാരൻ മഹാലക്ഷ്മിയുടെ കൂടെ സാമ്രാജ്യമാണ്. എന്തോന്ന് ഹാരൻ മഹാലക്ഷ്മിയോ?
ഇതെന്താടി KGF-ഓ? ഒരുമാതിരി റോക്കി ഭായ് എന്നൊക്കെ പറയുന്ന പോലെ. ആ ആ മുതലും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാ. വലിയ താല്പര്യമില്ലാതെ രമ്യ അവനെ നോക്കിക്കൊണ്ട് ഡെസ്കിന് മുകളിലേക്ക് ചാടിയിരുന്നു. എടി എടി ഒന്ന് പതുക്കെ, പെണ്ണാണെന്ന് ബോധമില്ലാതെ ചാടിക്കേറിയിരിക്കുന്നു. അത് വേണ്ട അത് വേണ്ട. ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മോൻ കൂടുതൽ തള്ളണ്ട. ആണിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ പെണ്ണിനും ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ ഇന്നത്തെ സ്ത്രീകളാണ്. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റേ. ഓ, തുടങ്ങി അവളുടെ ഉള്ളിലെ ഫെമിനിസ്റ്റ് ചിലയ്ക്കാൻ. എടി പുല്ലെ, ചാടിയിരിക്കുമ്പോൾ നിന്റെ നടുപോയി ബാക്കിൽ തട്ടും. ആമ്പിള്ളർ വീണ പോട്ടേന്നങ്ങ് വെക്കും. നീയൊക്കെ പിന്നെ ജീവിതകാലം മൊത്തം അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞതാപ്പാ, നീ അങ്ങ് ക്ഷമി. അവൻ അങ്ങ് കൈകൂപ്പി. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? മനുഷ്യനിവിടെ പേടിച്ചിട്ട് കൈയും കാലും ഓടാതിരിക്കുമ്പോഴാ അവരുടെ ഓരോന്ന്. രണ്ടിന്റെയും കോലാഹലം കേട്ടുകൊണ്ട് നടുക്കിരുന്ന ആമ്പൽ അവരെ രണ്ടുപേരെയും ദഹിപ്പിച്ചു നോക്കി ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി. എടി രമു, ഇപ്പൊ ദേഷ്യപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നമ്മുടെ ആമ്പൽ തന്നെയല്ലേ? നിനക്കെന്താ, ചെവിക്ക് പൊട്ടുണ്ടോ? ഉണ്ടെന്നാടി തോന്നുന്നേ. ഞാൻ ആദ്യമായിട്ടാ അവളുടെ ഈ ഭാവം കാണുന്നേ. എങ്കിൽ മോൻ കൂടുതൽ സങ്കടപ്പെടണ്ട. ഇനിയിപ്പം ഇവിടെ ട്യൂഷൻ ആയതുകൊണ്ട് ഈ മൂടും സ്വരവും ഭാവവും ഒക്കെ നിനക്ക് എല്ലാ ദിവസവും കാണാം. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് രമ്യ എഴുന്നേറ്റതും അവൻ കയ്യിൽ പിടിച്ചവളെ ഡെസ്കിലേക്ക് തന്നെ ഇരുത്തി. എന്താടാ? എടി പുല്ലെ, പറഞ്ഞ കാര്യം സസ്പെൻസ് ഇട്ട് പകുതിക്ക് നിർത്തിയിട്ട് നീ എവിടെ പോവാ? ഓ, അതാണോ? അതിപ്പോ പോയിട്ട് വന്നായാലും പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ആദ്യം ഇവിടെ നിറങ്ങിപ്പോയവളെ ഒന്ന് നോക്കട്ടെ. ചാടി ഇറങ്ങി കൈ രണ്ടും ഒന്ന് കൂട്ടിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഓടി. എടി നിക്ക്, ഞാനും വരുന്നു. നീ പുറകെ വന്നാൽ മതി, ഞാൻ പോവുകയാ. കുനിഞ്ഞിരുന്ന് ഷൂലേസ് കെട്ടുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവള് ക്ലാസ് റൂമിൽ നിന്നും പുറത്തിറങ്ങി. എന്താടാ, എന്താ പ്രശ്നം? പെമ്പിള്ളാരുടെ ഇടയിൽ കിടന്ന് സൊറ പറഞ്ഞുകൊണ്ടിരുന്ന നൗഫൽ ചാടി അവനടുത്തെത്തി. ഒന്നും പറയണ്ടപ്പാ. ഞാൻ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ നമ്മളുടെ സയാമിസിരട്ടകളിൽ ചെറിയവൾ തലയ്ക്ക് കയ്യും കൊടുത്ത് കുനിഞ്ഞിരിക്കുന്നു. മറ്റേ പൂത്താങ്കിരി ആർക്ക് പണി കൊടുക്കും എന്നുള്ള രീതിയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് അടുത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടിന്റെയും തെക്കും വടക്കും നോക്കിയുള്ള ഇരിപ്പ് കണ്ട് കാര്യം ചോദിക്കാൻ വന്നതാ ഞാൻ. എന്നിട്ടെന്താ, KGF-ന്റെ സസ്പെൻസ് ഇട്ട് അവളുമാർ ഇറങ്ങിപ്പോയി. ഇതിപ്പം പകുതി കേട്ടോണ്ട് കാര്യത്തിന്റെ ബാക്കി അറിയാൻ എനിക്കൊരു കൗതുകം. നീ എന്തൊക്കെയാ ആസിഫെ പറയുന്നേ? എന്ത് KGF? ആരുടെ KGF? എന്റെ പൊന്നളിയ, എനിക്കും അറിയില്ല. ഏതോ മഹാലക്ഷ്മി എന്നോ ഏതൻ തോട്ടമെന്നോ ഒക്കെ ആ ചീവിട് കിടന്ന് പറയുന്നുണ്ടായിരുന്നു. മഹാലക്ഷ്മിയും ഏതൻ തോട്ടവും. നൗഫലിന്റെ പുരികം ഒന്ന് കൂട്ടിമുട്ടി. എടാ, ഏതൻ മഹാലക്ഷ്മിയെ പറ്റിയാണോ അവർ പറഞ്ഞത്? ആ, അതന്നെ. നെറ്റിയിൽ ചുളിവുകൾ ഉപയോഗിച്ച് ചോദ്യത്തിന് ആസിഫ് ആ തോളിൽ ഒരടി കൊടുത്താണ് ശരിവെച്ചത്. അല്ലടാ, ഈ മുതലിനെ നിനക്കെങ്ങനെ അറിയാം? അവളുമാർ പറഞ്ഞിട്ടറിയാം, അല്ലാതെ ഞാനെങ്ങനെ അറിയാനാ? ശരിക്കും അവളുമാർ എന്താ പറഞ്ഞേ? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആസിഫ് രമ്യ പറഞ്ഞത് മുഴുവനും നൗഫലിനോട് പറഞ്ഞു. എന്റെ പടച്ചോനെ! നെഞ്ചിലൊന്ന് കൈകുത്തി അവൻ ബെഞ്ചിലേക്കിരുന്നു. എന്താടാ, എന്തു പറ്റി? ഇതിൽ കൂടുതൽ നീ എന്തു പറ്റാനാ? അവൻ ദീർഘശ്വാസം എടുത്ത് പിന്നിലെ ഡെസ്കിലേക്ക് ചാരിയിരുന്നു. നീ ഒരുമാതിരി മറ്റിടത്തെ പണി കാണിക്കരുത് നൗഫി. ആദ്യം ഒരുത്തി ആവശ്യത്തിന് സസ്പെൻസ് ഇട്ട് നിന്നിറങ്ങിപ്പോയി. ഇപ്പൊ ദേ നീയും. ഇത്രയ്ക്കുമൊക്കെ ബിൽഡപ്പ് കൊടുക്കാൻ അങ്ങേര് ആരാണുവേ? സ്വതവേയുള്ള പുച്ഛം അല്പം കൂടി കൂട്ടി അവൻ നൗഫലിനെ നോക്കി. ബിൽഡപ്പ് മാത്രമല്ല ആസി, ടിപ്പറും ജീപ്പും ഒക്കെ കൊടുത്തുന്നിരിക്കും. അതങ്ങനെ ഒരു മുതലാ. ഓ, സമ്മതിച്ചു. ഇനിയെങ്കിലും നീയൊക്കെ കാര്യം പറയുമോ? പറയാം. അതിനു മുമ്പ് ആമ്പലും എവിടെയും നോക്കട്ടെ. തൽക്കാലം നീ നോക്കണ്ട. അവള് നോക്കാനുള്ള ആള് മുന്നേ പോയിട്ടുണ്ട്. പുറത്തുപോയവരെ നോക്കാനായി ഇറങ്ങാൻ തുടങ്ങിയവനെ കയ്യിൽ പിടിച്ച് വീണ്ടും മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ആസിഫ് അവനെ ഒന്ന് ചിറഞ്ഞു നോക്കി. ഷെടാ, പറയാമെന്ന് പറഞ്ഞില്ലേ, അല്ലാതെ പറയത്തില്ല എന്നൊന്നുമല്ലല്ലോ പറഞ്ഞേ. കലിപ്പ് പിടിച്ചു നിൽക്കുന്നവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ നൗഫൽ അവിടെ നിന്നു. എങ്കിൽ പൊന്നു മോനൊന്ന് പറഞ്ഞു തുലയ്ക്ക്. ഫ്രസ്ട്രേഷൻ പീക്ക് പോയിന്റിൽ കയറിയ പോലെ അവൻ നൗഫലിന്റെ മുന്നിലിരുന്നു. എടാ, ഈ പറയുന്ന ഏതൻ മഹാലക്ഷ്മി നമ്മുടെ ലളിത ടീച്ചറിന്റെ മോനാണ്. ഒപ്പം ആ ആലോകന്റെ ബെസ്റ്റ് ഫ്രണ്ടും. ഏത്? അറപ്പുരയിലെ ലളിത ടീച്ചറോ? അല്ല, ഈ ആലോകൻ ആരാ? അയ്യോ, അവനല്ലേ ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ. എന്റെ പൊന്നു നൗഫി, നീ ഇങ്ങനെ സസ്പെൻസിൽ കാര്യമിട്ട് നിർത്താതെ കാര്യം ഒന്ന് വൃത്തിക്ക് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയുമോ? കാര്യത്തിന്റെ അറ്റവും മൂലയും കേട്ട് ആസിഫ് കുഴഞ്ഞിരുന്നു. എടാ, അത് പിന്നെ ഈ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. ഞങ്ങളൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെയാ. ഓ, ആവട്ട്. എടാ, ഞാനും ആമ്പലും രമും അംഗനവാടി മുതൽ ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടുകാരാണ്, അറിയാമല്ലോ.
അങ്ങനെയാ ഞങ്ങൾ മൂന്നുപേരും കൂടി 8ാം ക്ലാസ്സിൽ വീടിനടുത്ത് കുറെ ചേട്ടന്മാര് ചേർന്ന് തുടങ്ങിയ മാതൃകാ ട്യൂഷൻ സെന്ററിൽ അഡ്മിഷൻ എടുത്തത്. ആ സമയത്ത് ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ ആദ്യമായിരുന്നു. വായനശാലയിലെ ചേട്ടന്മാരെല്ലാം കൂടി തുടങ്ങിയ പുതിയ സംരംഭമായതുകൊണ്ട് നമ്മുടെ അവിടുത്തെ നാട്ടുകാരും ഒപ്പത്തിനൊപ്പം നിന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ട്യൂഷൻ സെന്ററിൽ അത്യാവശ്യം കുട്ടികളൊക്കെയായി. അവിടെ 8ാം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന സാറാണ് ഈ ആലോക്. ആ സമയത്ത് അങ്ങേര് മാത്സിൽ PG എങ്ങാണ്ട് എടുത്തുകൊണ്ടിരിക്കുക. കണക്ക് പഠിപ്പിക്കുന്നവർക്ക് പിന്നെ ഫിസിക്സും കെമിസ്ട്രി എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആ പുള്ളി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അന്നേ നമ്മുടെ ആമ്പുലുവിന് ഫിസിക്സ് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാ. സോ മിക്കവാറും ക്ലാസ്സുകളിൽ ബലിമൃഗം നമ്മുടെ ആമ്പലുവാ. അങ്ങേരുടെ ഈ പേടിക്കലും അടിയും കാരണം അവൾ കൂടുതൽ പേടിച്ച് ആ സബ്ജക്റ്റിന് മിക്കപ്പോഴും ടെസ്റ്റ് മാർക്കിൽ കുറവ് വാങ്ങുന്നതായി. അങ്ങനെ വരുമ്പോ അങ്ങേരങ്ങോട്ട് എംപോസിഷനും അടിയും തുടങ്ങും. കുറച്ചുനാൾ ഇത് തന്നെ ആയപ്പോൾ ആമ്പലു അങ്ങ് സൈലന്റ് ആവാൻ തുടങ്ങി. പണ്ടേ തൊട്ടതിനും പിടിച്ചതിനും ഭയമായിരുന്നവള് പിന്നെയും വല്ലാണ്ട് അങ്ങ് ഒതുങ്ങിക്കൂടി. സത്യം പറഞ്ഞാൽ ആമ്പലിന്റെ ഈ മാറ്റം കണ്ടതും നമ്മുടെ ഝാൻസി റാണിക്ക് അങ്ങേരെ കൊല്ലാനുള്ള കലി തുടങ്ങി. അയാൾക്ക് ഏതുവിധം പണികൊടുക്കും എന്നാലോചിച്ചുകൊണ്ട് നടന്ന സമയത്താണ് അവൾക്ക് മുന്നിൽ ദൈവം കൊണ്ട് നിർത്തിയ പോലെ സ്നേഹ ചേച്ചിയെ കിട്ടുന്നത്. അതാരാ? ആ ചേച്ചിയും അന്ന് ട്യൂഷൻ സെന്ററിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചു ദിവസത്തെ അവളുടെ അന്വേഷണം കൊണ്ട് മനസ്സിലായി ചേച്ചി ആലോക് സാറിന്റെ വൺ സൈഡ് ലവ് ആണെന്ന്. ഇവളെന്ത് ചെയ്തു? ഒട്ടും കളിച്ചില്ല. കാര്യമായി സ്നേഹ ചേച്ചിയുടെ പേരിൽ ആലോക് സാർ എഴുതുന്നു എന്നുള്ള കണക്കിൽ ഒരു അജ്ഞാത പ്രേമലേഖനം ആ കയ്യിലെത്തിച്ചു. എങ്ങനെ? ആർക്കറിയാടാ, പണ്ടേ കുരുട്ടുബുദ്ധിയിൽ PhD അല്ലേ അവൾ. എന്തായാലും സംഭവം കയറി അങ്ങ് കൊളുത്തി. ആകെ വിഷയമായി. സാറിന് മുടിഞ്ഞ നാണക്കേടായി. അങ്ങനെ അയാളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും രാജിവെച്ചു എന്ന് പറയുന്നതിനപ്പുറം പുള്ളിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്ന് പറയാം. അന്ന് അയാൾ ഇറങ്ങിപ്പോയ സമയത്ത് ഈ സ്നേഹയോടൊപ്പം നമ്മുടെ ആമ്പലും രമ്മുവും സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നു. എന്തോ ബുക്ക് എടുക്കാനോ വെക്കാൻ വേണ്ടി ചെന്നതാ അവര്. അയാൾ പോയത് കണ്ടതും രമു തന്റെ സന്തോഷം സഹിക്കാൻ വയ്യാതെ സ്നേഹ ചേച്ചിയെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് അയാളുടെ ഏതോ ചേഴക്കാരൻ അവിടെ നിൽക്കുന്നത് ഇവരാരും അറിഞ്ഞില്ല. അവൻ വന്ന് അവരോട് എന്തൊക്കെയോ ഒന്നും രണ്ടും പറഞ്ഞു ഉടക്കിയപ്പോൾ രമ്യ കാര്യമായിട്ട് അങ്ങ് കയറി പറഞ്ഞു അവളും ആമ്പലും കൂടിയാണെന്ന് അവന്റെ ചേട്ടനെ ഓടിച്ചത്. ഒപ്പം ധൈര്യമുണ്ടെങ്കിൽ പോയി പറയടാ എന്നൊരു വെല്ലുവിളിയും കൂടി ഈ കുരുപ്പ് കൊടുത്തു. പിന്നെ പറയണോ? ആ ആനമോറൻ ഉള്ളതും ഇല്ലാത്തതുമെല്ലാം കൂടി ചേർത്ത് കൊണ്ടുപോയി അങ്ങേരുടെ ചെവിയിൽ ഇട്ടുകൊടുത്തു. ഒപ്പം അവന്റെ സംഭാവന എന്ന പോലെ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് ആമ്പലാണെന്നും കൂടി ചേർത്ത് പറയാൻ തെണ്ടി മറന്നില്ല. എന്നിട്ട് ആകാംക്ഷ കൊണ്ട് ആസി മുന്നിലേക്ക് കയറിയിരുന്നു. പിന്നെന്താ, 1-2 ദിവസം കൊണ്ട് ഒക്കെ പഴയ പോലെയായി. അടുത്ത ആഴ്ച പുതിയ ഫിസിക്സർ വരികയും ചെയ്തു. ആ ആളാണ് ഏതൻ മഹാലക്ഷ്മി. വന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലായി അയാളുടെ ടാർഗറ്റ് ആമ്പലാണെന്ന്. എല്ലാ ക്ലാസ്സിലും